എറണാകുളം കാക്കനാട് TV സെന്ററിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ടാത്മഹത്യ എന്ന സംശയം അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയുടെയും സഹോദരിയുടെയും മാതാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇപ്പോൾ സ്ഥലത്ത് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. അമൽ, ഇപ്പോൾ ഈ പോലീസൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു അനുമാനത്തിൽ കൂട്ടാത്മഹത്യ എന്ന പോയിന്റിലേക്ക് വരുമ്പോൾ തന്നെ അധികം പരിചയക്കാരില്ലാത്ത, പ്രദേശത്ത് ആരുമായി അധികം അടുപ്പം സൂക്ഷിക്കാത്ത ഒരാൾ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക്, കൂട്ടാത്മഹത്യയിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ മരണവിവരം പുറത്തറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സുഹൃത്തുക്കൾക്കോ ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു സന്ദേശമെങ്കിലും അയച്ചിട്ടുണ്ടാവും. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ? ഡിജിറ്റൽ തെളിവുകളോ എന്തെങ്കിലും തരത്തിൽ ആത്മഹത്യാ കുറിപ്പോ ഉണ്ടോ എന്നൊക്കെ പരിശോധന പോലീസ് ഇപ്പോൾ അവിടെ നടത്തുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഘട്ടം വരെ ലഭിച്ചത് നമുക്ക് സൂചനയുണ്ടോ അമൽ? സുഹേൽ, നമുക്ക് എന്തായാലും ഇതൊരു കൂട്ട ആത്മഹത്യയാണ് എന്നൊരു അസംഷനിലേക്ക് പോലീസ് പ്രാഥമികമായി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ മരണത്തെ സംബന്ധിച്ച് ഈ മരണത്തിനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ഏതായാലും ആ അന്വേഷണങ്ങളെല്ലാം ഇവരുടെ ഫോണുകളെ കേന്ദ്രീകരിച്ചാണ് നടക്കേണ്ടത്. പക്ഷേ ഇവരുടെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ അകത്ത് ഒരു മൃതദേഹം കിടന്നിരുന്ന മുറിയുടെ ബെഡിൽ ഒരു പുസ്തകം കണ്ടതായും അറിയുന്നുണ്ട്. ആ ബുക്ക് പരിശോധിക്കാൻ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരുടെ മരണത്തിലുണ്ട ഈ ഒരു സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇപ്പോഴത്തെ സഹപ്രവർത്തകരും പോലീസും എല്ലാം അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മൂന്ന് മൃതദേഹങ്ങളും ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങേയറ്റം വികൃതമായ നിലയിലാണ് മൃതദേഹങ്ങളുടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് തൂങ്ങി നിൽക്കുന്ന മൃതദേഹങ്ങൾ ചീർത്ത് വല്ലാതെ അഴുകിയ ഒരു സാഹചര്യത്തിനാണുള്ളത്. ഇന്നർ ബനിയൻ ഇട്ടുകൊണ്ടാണ് മനീഷിന്റെ മൃതദേഹം ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു മരണത്തിനുള്ള ദുരൂഹതകൾ നിഴൽ നീക്കി പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ കുറച്ചു മുൻപ് ഇവരുടെ ഉദ്യോഗസ്ഥനോട്, ഈ മനീഷിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മനീഷിന്റെ സഹോദരിയായുള്ള ശാലിനിയെ സംബന്ധിച്ചിട്ടുള്ള ശാലിനിയുടെ ഔദ്യോഗികമായിട്ടുള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ ശാലിനിയുടെ പങ്കെടുത്ത എക്സാമിന്റെ അലിഗേഷൻസ് എല്ലാം ഒരു ഊഹാപോഹങ്ങൾ മാത്രമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്നാണ് ഉദ്യോഗസ്ഥൻ നമ്മളോട് ഓഫ് ദ റെക്കോർഡ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറയുന്ന പ്രകാരമാണ് എങ്കിൽ IAS അല്ലായിരുന്നു, ജാർഖണ്ഡിന്റെ ഗവൺമെന്റ് സർവീസിലേക്കുള്ള എക്സാമിലാണ് ഈ പെൺകുട്ടി പങ്കെടുത്തിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആ എക്സാം ക്ലിയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ എക്സാമിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അലിഗേഷൻസോ അല്ലെങ്കിൽ ക്രമക്കേടോ ഈ പെൺകുട്ടിയുടെ പേരിൽ ഉണ്ടായിരുന്നു ആയി ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ആ വാർത്ത പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നാണ് നമ്മളോട് ഇപ്പോൾ മേലുദ്യോഗസ്ഥനായ ഈ മനീഷിന്റെ മേലുദ്യോഗസ്ഥൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഈ വീട്ടിൽ ഇവിടെ ഈ ഒരു മരണം സംഭവിച്ചതിന് ശേഷം ഇവരുടെ മരണവിവരം അറിയുന്നു. ജാർഖണ്ഡ് സ്വദേശികളായ ഇവരുടെ മരണവിവരം ജാർഖണ്ഡിലുള്ള ഇവരുടെ മറ്റ് ബന്ധുക്കളെ ഏതെങ്കിലും രീതിയിൽ അറിയിക്കുവാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചു വരികയാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കാര്യത്തിലും ഒരു കൂടുതൽ വിശദീകരണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവരുടെ വെയർഅബൌട്ട്സിനെ കുറിച്ചുള്ള, ഇവരുടെ ബന്ധുമിത്രാദികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് തിരച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരികെ വരാം. ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേർന്നു. വിഷ്ണു, ആത്മഹത്യാ ഗ്രൂപ്പ് കണ്ടെത്തിയെന്നൊരു വാർത്ത വരുന്നു, സ്ഥിരീകരിക്കാമോ? എന്താണ് വിശദാംശങ്ങൾ? സുഹൈല, ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി എന്നാണ് പോലീസ് അകത്തുനിന്ന് ലഭിച്ച വിവരം. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് അതിലുള്ളത് എന്നൊരു വ്യക്തത വന്നിട്ടില്ല. വിശദമായ പരിശോധന നടക്കുകയാണ്. ഈ തൊട്ട് സമീപത്ത്, മനീഷിന്റെ ബോഡി കടന്നതിന് തൊട്ട് സമീപത്ത് നിന്നാണ് നിലവിലൊരു കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. ആത്മഹത്യ തന്നെ എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. ഒരുപക്ഷെ ആ കുറിപ്പ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കുറിപ്പ് ഉണ്ട് എന്ന് തന്നെയാണ്, നിലവിൽ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് അകത്ത് കയറിയ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വിശദമായി പരിശോധിച്ചു വരികയാണ്. ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ് ഇനി പ്രധാനമായും പുറത്തു വരാനുള്ള ഉത്തരങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റെന്തോ കാരണങ്ങളുണ്ട് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പോലീസൊക്കെ പറയുന്നത്. വിശദമായ ഒരു അന്വേഷണം നടത്തും. ആ ഡയറിയും മൊബൈൽ ഫോണും ഒക്കെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടത്തുക. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. ഇപ്പോൾ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലായത്. ആത്മഹത്യക്കുറിപ്പിലുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരികയും ചെയ്യും. ഉദ്യോഗസ്ഥന്റെയും കുടുംബത്തിന്റെയും മരണത്തിൽ കൂടുതൽ വ്യക്തത വരുന്നു. ആത്മഹത്യ എന്ന സ്ഥിരീകരണം കൂടുതൽ ബലപ്പെടുന്നു. ആത്മഹത്യ എന്ന സംശയം ബലപ്പെടുന്നു. ഏകദേശം സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം. വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരും.